ഡോക്ടർ പറഞ്ഞു ഇനി ഒരാഴ്ച ജീവിക്കുള്ളൂ, ഒരു മാസം കഴിഞ്ഞാൽ ആള് മരിക്കും എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് സ്വതക്ക ചെയ്യാൻ ആവേശം കൂടും. നീ എന്തായാലും എന്റെ കാലം കഴിഞ്ഞല്ലോ, ഇനി ഒരാഴ്ചക്ക് നീ ഇത്ര വേണം, ബാക്കിയൊക്കെ കൊടുക്കുകയാണ്, അതിന് കൂലി കുറയും. നേരെ മറിച്ച് ആരോഗ്യമുള്ള ഒരാൾ, തന്റെ മുമ്പിൽ ഇനിയും പ്രശ്നങ്ങൾ വരാം എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാൾ, അതൊന്നും മൈൻഡ് ചെയ്യാതെ ജീവിതകാലത്ത് ഒരു മനുഷ്യൻ തന്റെ ജീവിതകാലത്ത് ആരോഗ്യ സമയത്ത് ഏതെല്ലാം സമ്പത്ത് അള്ളാഹുവിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടോ അതെല്ലാം മരണശേഷം അവർക്ക് അള്ളാഹു നൽകുന്നുവെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ മക്കൾ നമ്മുടെ സമ്പാദ്യമാണ്. ഒരു പിതാവിന് ഒരു ഉമ്മാക്ക് ഖബറിലേക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പുണ്യം അവര് ബാക്കി വെച്ചു പോകുന്ന നല്ല മക്കളാണ്. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ, സജ്ജനങ്ങളാക്കി തരട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നുണ്ട്, ഇന്ന അഫ്ളല മാ അകല അർ-റജുലു മിൻ കസ്ബിഹി വ ഇന്ന വലദഹു മിൻ കസ്ബിഹി ഫകുലൂ മിൻ കസ്ബി ഔലാദികും. മക്കള് നമ്മുടെ അധ്വാനമാണെന്നാണ് വിശുദ്ധ ദീനിന്റെ കാഴ്ചപ്പാട്. ഇന്ന അഫ്ളല മാ അകല അർ-റജുലു മിൻ കസ്ബിഹി, ഒരു മനുഷ്യൻ ഉപയോഗിക്കുന്നതും ഭക്ഷിക്കുന്നതിലും വെച്ച് ഏറ്റവും നല്ലത് അവനവന്റെ കൈകൊണ്ട് അധ്വാനിച്ചതാണ്. ഒരാളുടെ ഓശാരം പറ്റാതെ, ഒരാളുടെ ഔദാര്യം പറ്റാതെ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുന്നത് ഒരു മനുഷ്യന്റെ സമ്പാദ്യങ്ങളിൽ ഏറ്റവും നല്ലതാണ്. എങ്കിൽ ഒരു മനുഷ്യന്റെ മകൻ, അവരുടെ മക്കൾ അവന്റെ അധ്വാനം തന്നെയാണ്. നിങ്ങളുടെ മക്കൾ സമ്പാദിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷിക്കുന്നതിന് വിരോധമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ്. മരണശേഷം മക്കൾ ഉപകാരപ്പെടുന്നവരാകണം. ആ മക്കള് ഒരു പിതാവിന്റെ അധ്വാനം തന്നെ, ആ മക്കള് ചെയ്യുന്ന നന്മ പിതാവിന്റെ ഉമ്മയുടെ ഖബറിലേക്ക് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കും. അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുക, സജ്ജനങ്ങളായ മക്കളെ, സ്വാലിഹീങ്ങളായ മക്കൾ അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് ദുആ ചെയ്യുന്ന, ഇസ്തിഗ്ഫാർ ചെയ്യുന്ന സദസ്സുകൾ മുഅ്മിനീങ്ങളായ ആളുകൾ അവരുടെ മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും വലിയ പുണ്യമാണ്. എല്ലാ മുസ്ലിമീങ്ങളായ മുഴുവൻ ആളുകളും, ഏതൊക്കെ പാർട്ടികളാകട്ടെ, അവർക്കൊക്കെ പറ്റുന്നതായി പറയാൻ പോകുന്നത്. ഇത് ഏതെങ്കിലും ഒരു വിഭാഗം സുന്നികൾ മാത്രം ചെയ്യുക, ബാക്കിയുള്ളവർ ആ വഴിക്കേ വരുന്നില്ല. അങ്ങനെ ആവരുത്. മുസ്ലിമാണോ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷെ നമ്മളത് ചെയ്യുമ്പോഴേക്കും ഞങ്ങൾ സുന്നിയായി പോകുമോ അതിന്റെ പേരിൽ എന്ന് പേടിക്കുന്ന ചില ആളുകൾ. പേടിക്കേണ്ട. അള്ളാഹുവിന്റെ ദീനിൽ തെളിവും പ്രമാണവുമുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ, അതിനാ ഖുർആൻ പറഞ്ഞു, വസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്കറിയില്ലെങ്കിൽ പണ്ഡിതന്മാരോട് ചോദിക്കണം. ഖുർആനിലുണ്ടോ നോക്കിക്കോ എന്നല്ല പറയുന്നത്. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ കഴിവുള്ള പണ്ഡിതർ, അവരെ നിങ്ങൾ അംഗീകരിക്കണം. ലോകം അംഗീകരിച്ച പ്രഗത്ഭരായ പണ്ഡിതന്മാർ എന്ന് ഞാൻ ഉദ്ധരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം തെളിവുകളും നമ്മുടെ നാടുകളിലൊക്കെ ഈ വിഷയങ്ങളൊക്കെ പാടില്ലാത്തതാണ് എന്ന് നാഴികക്ക് 400 തവണ വിളിച്ചു പറയുന്ന ആളുകളൊക്കെ അംഗീകരിക്കുന്ന ഇബ്നു തൈമിയ്യ, ഷെയ്ഖ് ഇബ്നു തൈമിയ്യയും അവരുടെ കാഴ്ചപ്പാടുകളും അടക്കം പുറമെ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ കാഴ്ചപ്പാടുകളും വെച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മുതഅല്ലിമീങ്ങളായ ആളുകൾ ഈ വിഷയം ആധികാരികമായി പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് അവർക്ക് ആ വഴിയിലേക്ക് ഒന്ന് വഴി തുറക്കാൻ ഇത് ഉപകരിക്കുമെങ്കിൽ അല്ലാഹു നൽകുന്ന വലിയൊരു ഫضലായിരിക്കും. അത് അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കണം. മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കണം. വിശുദ്ധ ഖുർആൻ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബന اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ഒരു വണ്ടി ബ്ലോക്ക് ആയിട്ടുണ്ട് എന്നൊരു അറിയിപ്പുണ്ട്. KL 60M ഒരു ഇന്നോവ കാർ 3710 നമ്പർ അടിയന്തരമായി മാറ്റി കൊടുക്കണേ. വഴി തടസ്സങ്ങൾ ഉണ്ടാക്കരുത്. KL 60M 3710 ഇന്നോവ അടിയന്തരമായി മാറ്റി കൊടുക്കണം. ഫുൾ ബ്ലോക്ക് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു.
അത് നീക്കിയിട്ടുണ്ടെങ്കിൽ സാമിഹുന, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, അത് പെട്ടെന്ന് നീക്കി കൊടുക്കണേ. ഇമാത്തത്തുൽ അദാ അനി ത്വരീഖി സ്വദഖ, ഒരു വഴിയിലെ തടസ്സം നീക്കി കൊടുക്കുന്നത് സ്വദഖയാണ്. നമ്മുടെ വോളണ്ടിയർമാർ അടിയന്തരമായും റോഡ് ശ്രദ്ധിക്കണം. ഒരു വഴിയാത്രക്കാർക്കും ബസ്, ലോറി, ട്രക്കുകളൊക്കെ പോകുന്ന സമയമാണ്. ആർക്കും ഒരു ബുദ്ധിമുട്ടോ ബ്ലോക്കോ ആവാത്ത രീതിയിൽ കാര്യങ്ങളെ വളരെ വളരെ കൃത്യമായും നിങ്ങൾ നിയന്ത്രിക്കണം എന്നുകൂടെ സാന്ദർഭികമായി ഉണർത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളെ കുറിച്ച് പറയാം. വല്ലദീന ജാഊ മിൻ ബഅദിഹിം, മുഹാജിറുകളെ കുറിച്ചും അൻസ്വാരികളെ കുറിച്ചും അല്ലാഹു വിവരിച്ചതിന് ശേഷം വല്ലദീന ജാഊ മിൻ ബഅദിഹിം, പിൻഗാമികളായി വരുന്നവർ യഖൂലൂൻ, അവരിങ്ങനെ പറയുന്നവരാണ്. ഇങ്ങനെ പറയേണ്ടത് റബ്ബന ഗ്ഫിർ ലനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് പുറത്തു തരണമേ, വലി ഇഖ്വാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഞങ്ങൾക്ക് മുമ്പേ സത്യവിശ്വാസത്തിലായി കടന്നുപോയ സജ്ജനങ്ങളായ സത്യവിശ്വാസികൾക്കും നീ പുറത്തു കൊടുക്കണമേ. മുൻഗാമികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാണ് പിൻഗാമികൾ. എന്നിട്ട് പറഞ്ഞു വലാ തജ്അൽ ഫീ ഖുലൂബിനാ غلا للذين آمنوا ربنا إنك رؤوف رحيم. അവരിങ്ങനെ പറയണം, അല്ലാഹുവേ ഒരു സത്യവിശ്വാസിയോടും ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ഒരു വെറുപ്പോ ഏതെങ്കിലും വൈരാഗ്യമോ അസൂയയോ വരാതെ ഞങ്ങളുടെ ഹൃദയങ്ങൾ ശുദ്ധിയാക്കി തരയണമേ എന്നും ഞങ്ങളുടെ മുൻഗാമികൾക്ക് പുറത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിൻഗാമികളും നല്ലവരാണ്. മുൻഗാമികൾക്ക് വേണ്ടി പിൻഗാമികൾ ചെയ്യേണ്ട ആദ്യത്തെ നന്മ അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കലാണ്. അത് എല്ലാവരും അംഗീകരിക്കുന്ന വിഷയമാണ്. പക്ഷേ അത് ചെയ്യുന്ന ആളുകൾ കുറവാണ്. അങ്ങനെ ആവരുത്. നമ്മുടെ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുക, ഇത് സജ്ജനങ്ങളുടെ സ്വഭാവമാണ്. മഹാനായ അൽ ഇമാമുൽ ബാഖിർ മുഹമ്മദ് ഇബ്നു അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നു അലി ഇബ്നു ഫാത്തിമ ബിൻത് റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ ഇമാം ബാഖിർ എന്നവരുടെ അരികത്തെ മുൻഗാമികളായ ആളുകളെ ചീത്ത പറയുന്ന ഒരു കൂട്ടം ആളുകൾ കടന്നു വന്നപ്പോ മഹാനായ മുഹമ്മദുൽ ബാഖിർ എന്നവർ ചോദിച്ചു, അല്ല കൂട്ടരെ, വിശുദ്ധ ഖുർആൻ ഒരു വിഭാഗത്തെ കുറിച്ച് പറഞ്ഞു, ആയത്തോതി കൊടുത്തു, നിങ്ങൾ ഇതിൽപ്പെട്ടവരാണോ? അവർ പറഞ്ഞു അല്ല. വേറൊരു ആയത്തോതി കൊടുത്തു, നിങ്ങൾ ഇതിൽപ്പെട്ടവരാണോ? അതുമല്ല. പിന്നെ മഹാന്മാർ ഇത് രണ്ടുമല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഞാനിപ്പോ ഓതിയ ആയത്ത് ഇതിൽപ്പെട്ടവരുമല്ലല്ലോ എന്ന് പറഞ്ഞു. മുഹമ്മദ് ബാഖിർ എന്നവർ ചോദിച്ചു. ആ വന്ന ആളുകൾ സ്വഹാബികളെ താബിഈങ്ങളെ കുറ്റം പറയാണ്, അവര് മോശക്കാരാണെന്ന് പറയാൻ. മഹാനവറുകൾ ചോദിച്ചു, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശ്ർ അല്ലാഹു 8-ാമത്തെ ആയത്തിൽ പറയുന്ന ഒരു വിഭാഗമുണ്ട്, നിങ്ങൾ ഇതിൽപ്പെട്ടവരാണോ? അത് മുഹാജിറുകളെ കുറിച്ചാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. للفقراء المهاجرين الذين أخرجوا من ديارهم وأموالهم يبتغون فضلا من الله ورضوانا وينصرون الله ورسوله أولئك هم الصادقون. സ്വന്തം ഭവനങ്ങളിൽ നിന്നും സമ്പത്തിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ട പാവങ്ങളായ മുഹാജിറുകൾ അവർ അല്ലാഹുവിന്റെ പുണ്യവും അല്ലാഹുവിൽ നിന്ന് പ്രതിഫലവും ആഗ്രഹിക്കുന്നവരാണ്. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും സഹായിക്കുന്നവരാണ്. അവർ സത്യസന്ധരാണ്. മുൻഗാമികളെ ചീത്ത പറയുന്ന നിങ്ങൾ ഇതിൽപ്പെട്ടവരാണോ? നിങ്ങൾ മുഹാജിറുകളാണോ? മുഹാജിറുകളെ സ്വഹാബികളല്ലേ ആവും പറയുന്ന സ്വഹാബികളല്ലല്ലോ. അവർ അല്ലല്ല, ഞങ്ങൾ മുഹാജിറുകളല്ല. മുഹമ്മദ് ബാഖിർ എന്നവർ ചോദിച്ചു, അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാനാണ്, വലിയ ആലിമാൻ. മഹാൻ ചോദിച്ചു, ഞാൻ ഒരു ആയത്തും കൂടെ ഓതട്ടെ, നിങ്ങൾ അതിൽപ്പെട്ടതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون.
പരിശുദ്ധമായ മദീനയിലേക്ക് മുഹാജിറുകൾ കടന്നു വരുന്നതിന്റെ മുമ്പേ മദീന നഗരം മുഹാജിറുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചവർ, ഈമാനും വീടും ഒരുക്കി വെച്ചവരെ, ആവശ്യം കഴിഞ്ഞ് മിച്ചമുള്ളതല്ല, ആവശ്യമുള്ള സാധനം പോലും മുഹാജിറായ കൂട്ടുകാർക്ക് വേണ്ടി പകുത്തുകൊടുത്ത അൻസ്വാരികൾ അവരെ വിജയിച്ചവരാണ്, അവര് സജ്ജനങ്ങളാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആയത്ത് മഹാനായ മുഹമ്മദുൽ ബഖർ ചോദിച്ചു, അല്ല കൂട്ടരെ, നിങ്ങൾ ഈ കൂട്ടത്തിൽപ്പെട്ട അൻസ്വാരികളാണോ? ഇല്ല, ഞങ്ങൾ അൻസ്വാരികളൊന്നുമല്ല. അന്നേരം മഹാൻ പറഞ്ഞു, എന്നാൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ, അമാ വല്ലാഹി ഇന്നി ഉഷ്ഹിദു അന്നകും ലസ്തും മിൻ അഹ്ലി ഹാദിഹിൽ ആയ. എന്നാൽ അല്ലാഹു പിൻഗാമികളിലെ സജ്ജനങ്ങളെ കുറിച്ച് പറഞ്ഞത് അവർ മുൻഗാമികളെ ചീത്ത പറയേണ്ടവരല്ല, അവർ മുൻഗാമികൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കേണ്ടവരാണ്. നിങ്ങൾ അതല്ലല്ലോ ചെയ്തത്, അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ ആയത്തിൽ പെടുന്നവരുമല്ല. എന്താണ് ആയത്ത്? വല്ലദീന ജാഊ മിൻ ബഅദിഹിം يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. പിൻഗാമികളിൽ നല്ലവരെ മുൻഗാമികൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുന്നവരാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കുന്നവരാണ്. നിങ്ങൾ അതല്ലല്ലോ ചെയ്തത്. സജ്ജനങ്ങളുടെ ഒരു പ്രത്യേകത തന്നെ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുന്നവരാണ്. മുഅ്മിനീങ്ങൾ അങ്ങനെ എപ്പോഴും, അല്ലാഹുവേ ഞങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയവർ നീ അവർക്ക് പുറത്തു കൊടുക്കണേ, അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കണേ, അവരുടെ ആഖിറം വെളിച്ചമാക്കി കൊടുക്കണേ. ഇത് ദുആ ചെയ്യുന്ന ഒരു ശീലം പിൻഗാമികളായി നമ്മൾക്കൊക്കെ വേണം, നമ്മുടെ മുൻഗാമികളോട്. അവരാണ് പിൻഗാമികളിലെ സജ്ജനങ്ങൾ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ഒരു മയ്യിത്തിനെ നമ്മൾ നിസ്കരിക്കുമ്പോൾ, മയ്യിത്ത് നിസ്കരിക്കുന്ന നിസ്കാരം അത് മയ്യിത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. മയ്യിത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുവേ ഈ മരിച്ചു കിടക്കുന്ന ആൾക്ക് നീ പുറത്തു കൊടുക്കണമേ, കരുണ ചെയ്യണമേ. വഅഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു, നിന്റെ അതിഥിയായി വന്നിരിക്കുകയാണ്, അല്ലാഹുവേ ആദരിക്കണേ. വവസ്സിഅ മുദ്ഖലഹു, അവര് വന്നു കിടക്കുന്ന ഖബറിടം വിശാലമാക്കി കൊടുക്കണേ. ഇതല്ലേ മയ്യിത്ത് നിസ്കാരത്തിൽ പറയുന്നത്. സത്യവിശ്വാസികൾ മുഴുവൻ മരിച്ചു കിടക്കുന്ന ആൾക്ക് വേണ്ടി ചെയ്യുന്ന റെക്കമെൻഡേഷനാണ് നമ്മൾ സ്വലാത്തുൽ ജനാസയിൽ ചെയ്യുന്ന പ്രാർത്ഥന. ആ നിസ്കാരം പോലും അത് തന്നെയാണ്. അല്ലാഹു നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കണമെന്ന് പറഞ്ഞവരാ നമ്മളോട്. നമ്മൾ സഹായിക്കണം. ആ സഹായം മരിച്ചു കഴിഞ്ഞാൽ അങ്ങ് അവസാനിച്ചു, പിന്നെ ആ വഴിക്കില്ല. മരിച്ചുപോയ ആളുകൾ അവരുടെ അമലുമായി കഴിയട്ടെ, ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്നവർ. ഒരു മയ്യിത്ത് വീട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ ആരെങ്കിലും മുസ്ഹഫ് എടുത്ത് ഖുർആൻ ഓതുകയാണെങ്കിൽ എന്റെ വീട്ടിൽ ഇതാരും ചെയ്യരുത് എന്ന് പറയത്തക്ക ധൈര്യം, അത്രത്തോളം വരുന്ന അജ്ഞതയും വിഡ്ഢിത്തവും ഇന്ന് നമ്മുടെ വീടുകളിൽ കയറിക്കൂടിയിട്ടുണ്ട് എന്ന സങ്കടം മറക്കാൻ കഴിയില്ല. അവിടെ ഇരിക്കുന്ന ആളുകൾ നിങ്ങൾ ഓതട്ടെ ഓതാതിരിക്കട്ടെ, ഇത് നിർബന്ധമാണെന്നല്ല പറയുന്നത്. സുന്നത്തായ പുണ്യമായ വിഷയം വേണമെങ്കിൽ ചെയ്താൽ മതി. നിനക്ക് വേണ്ടേ? ചെയ്യുന്നവർ ചെയ്യട്ടെ, അവരെ നീ ചെയ്യാൻ അനുവദിക്കേ. അതുപോലും ചെയ്യാതെ എന്റെ ഉമ്മാക്ക് നിങ്ങളാരും ഖുർആാനോദൽ ഒരു ഉസ്താദ് ദുആയിരുന്നെന്ന് വിചാരിക്കുക. അപ്പം പറയേ, ഞാൻ ഈ പാർട്ടിപ്പെട്ട ആളല്ല, എന്റെ ഉമ്മാക്ക് നിങ്ങളാരും ദുആരക്കണ്ട, ഇവിടെ മയ്യിത്തെടുക്കുമ്പോൾ ദുആരക്കേ, അത് വേണ്ട, ഖുർആാനോ അതും വേണ്ട. ഇങ്ങനെ അള്ളാഹുവിന്റെ ദീനിന്റെ ഇബാദത്തിൽപ്പെട്ട വിഷയങ്ങൾ പോലും സാധാരണക്കാരായ മനുഷ്യന്മാർ അവരായി പറയുന്നത്. ഇവരൊക്കെ കണ്ണും ചിമ്മി ചില ആളുകളെ വിശ്വസിച്ചതിന്റെ പേരിൽ പിഴപ്പിക്കപ്പെട്ടു പോയവരാണ്. അല്ലാഹു തആല ഹിദായത്തിന്റെ വഴി തുറന്നു കൊടുക്കട്ടെ എന്ന് ദുആയിരക്കല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? മരിച്ച മയ്യത്തിന് വേണ്ടി ദുആരക്കാൻ വിടൂല. തൽഖീൻ ചെയ്യുമ്പോഴേക്കും ബിദ്അത്ത്, തസ്ബീത്ത് പറ്റും. തസ്ബീത്തിന്റെ അർത്ഥം എന്താ? തസ്ബീത്തിന്റെ മാനയിലാണ് തൽഖീനിനെ മഹാന്മാർ മനസ്സിലാക്കിയിട്ടുള്ളത്. തൽഖീൻ ബിദ്അത്ത് എന്ന് പറയും, ആ ഹദീസ് ദഈഫ എന്ന് പറയും. എത്ര ഹദീസ് നിനക്കറിയാം തൽഖീനിനെ കുറിച്ച്? മഹാനായ അല്ലാമ ഇബ്നുൽ ഖയ്യിം തങ്ങളെക്കാളും വലിയ ആളാണോ ഈ പറയുന്ന നിങ്ങൾ? മഹാനായ അല്ലാമ ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം നബവി തങ്ങളെക്കാളും വലിയവരാണോ ഈ പറയുന്ന സാധാരണക്കാർ, ബിദ്അത്താണെന്ന് പറയുന്നവർ?
ദീനിൽ പുണ്യമായ വിഷയങ്ങളെ നിങ്ങൾ ബിദ്അത്ത് എന്ന് പറയരുത്. ബിദ്അത്തുകളുണ്ട് നാടുകളിൽ, തിന്മകൾ തന്നെ ആര് ചെയ്താലും അതിനെ സംബന്ധിച്ചല്ല പറയുന്നത്. നന്മകളെ തിന്മകളാണെന്ന് പറയരുത്. ഒരുപാട് നന്മകളുണ്ട്. ആ നന്മകളെ നഷ്ടപ്പെടുത്തിയാൽ അതിന് ഉത്തരവാദി നിങ്ങളാണ്. എത്രയോ ആയിരക്കണക്കിന് ഉമ്മമാർ ഉപ്പമാർ അവരുടെ മക്കൾ ബിദ്അത്ത് ആശയങ്ങളിലേക്ക് പോയതിൽ പിന്നെ ആ ഉമ്മാക്കും വാപ്പാക്കും കിട്ടേണ്ട എത്രയോ നന്മകൾ, ആ മരിച്ച മയ്യത്തിന്റെ വീടുകളിൽ കൂട്ടമായി നടത്തുന്ന തഹ്ലീല്, ദുആകള്, ഖത്മുൽ ഖുർആൻ, എന്റെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടെന്ന് ഷടിച്ച മക്കളെ നിങ്ങൾക്ക് അള്ളാഹു നൽകാൻ പോകുന്നത് അള്ളാഹുവിന്റെ നുസുൽ നിങ്ങളുടെ ഖബറിടങ്ങളിലേക്ക് വന്നു ചേരുമ്പോ ഇതിനൊക്കെ പകരമുള്ള നഷ്ടങ്ങൾ നിങ്ങൾ പേറേണ്ടി വരും. അതിൽ യാതൊരു സംശയവുമില്ല. ഒരുപാട് നന്മകൾ മുടക്കി കാണുന്നത് മുഴുവൻ തിന്മയാണെന്ന് പറഞ്ഞ് എല്ലാ നന്മകളും തിന്മയാണെന്ന് പറയാം. തിന്മകളെ തിന്മയായും നന്മയെ നന്മയായും മനസ്സിലാക്കേണ്ടതിനു പകരം ആരൊക്കെയോ ഏതെങ്കിലും രാജ്യങ്ങളിൽ നടിച്ചുവിടുന്ന പുസ്തകങ്ങൾ അങ്ങ് വായിച്ച് കേരളീയ മുസ്ലിമീങ്ങൾ, ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്ന കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾ, ആ മുസ്ലിമീങ്ങളുടെ ഇബാദത്തുകൾ തെറ്റാണെന്ന് പറഞ്ഞ് മിനിമം ഒരു വസ്വാസെങ്കിലും ഉണ്ടാക്കാൻ ഇവരെ കൊണ്ടാകുന്നത് വലിയ പൈശാചികമായ ഉപദ്രവമാണ്. മുഅ്മിനെ അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വിശ്വാസികൾ മരണപ്പെട്ടു പോയ ആളുകൾക്ക് ചെയ്യുന്ന നന്മകളിൽ വലുത് അവർക്ക് വേണ്ടി ചെയ്യുന്ന ജനാസ നിസ്കാരം തന്നെ. അതവർക്ക് ചെയ്യുന്ന റെക്കമെൻഡേഷനാണ്. മാ മിൻ മയ്യിത്തിൻ യമൂതു മിനൽ മുസ്ലിമീൻ ഫയുസല്ലി അലൈഹി ഉമ്മത്തുൻ മിനൽ മുസ്ലിമീന യബ്ലുഗൂന മിഅ കുല്ലുഹും യശ്ഫഊന ലഹു ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീഹി. ഒരു മനുഷ്യൻ മരിക്കുകയും ആ മനുഷ്യന് മയ്യത്ത് നിസ്കരിക്കാൻ 100 ആളുകൾ ഉണ്ടാവുകയും ചെയ്താൽ ആ മരിച്ച മയ്യത്തിന് വേണ്ടി നിസ്കാരത്തിൽ അവർ ചെയ്യുന്ന ശഫാഅത്ത് കൊണ്ട് അല്ലാഹു മരിച്ച മയ്യത്തിന് റഹ്മത്ത് ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ്. നബി തങ്ങൾ 100 എന്ന് മാത്രമല്ല, അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടായി. ഇമാം മുസ്ലിം എന്നവർ ഉദ്ധരിക്കുന്ന സ്വഹീഹിൽ വന്ന ഹദീസുണ്ട്. ഇമാം അഹ്മദ് എന്നവർ മുസ്നദിലും, അബൂ ദാവൂദ്, ഇബ്നു മാജഹ് അവരുടെ സുനനുകളിലും, ഇമാം ബൈഹഖി സുനനിൽ കുബ്രയിലും മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മൗലയായ ഖുറൈബ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് എന്നവരെ ത്വായിഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹബീബിന്റെ സ്വഹാബിയാണ്. 3 ദിവസം മുമ്പ് മഹാനവറുകളെ സിയാറത്ത് ചെയ്യാൻ എനിക്ക് അവസരം ഉണ്ടായി. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മസ്ജിദ് ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന വലിയൊരു മസ്ജിദ് ഉണ്ട് ത്വായിഫിന്റെ നഗരത്തിന്റെ ഹൃദയഭാഗം. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബിയും സയ്യിദുമാണ്, അഹ്ലുൽ ബൈത്തിൽപ്പെട്ട സ്വഹാബിയാണ്. അവരുടെ ഒരു മൗലയുണ്ട്, ഖാദിമ് ഖുറൈബ് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മകൻ മരിച്ചപ്പോ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖുറൈബ് തങ്ങളോട് ചോദിച്ചു, ഖുറൈബേ, എന്റെ മോനെ നിസ്കരിക്കാൻ എത്ര പേര് വന്നിട്ടുണ്ട്? പറഞ്ഞു, 40 ആളുകളുണ്ട്. ഇബ്നു അബ്ബാസ് എന്നവരെ 40ഓ ഇച്ചിരി ഏറെയും കാണും. അത് പറഞ്ഞപ്പോ മയ്യിത്ത് നിസ്കാരത്തിന് 40 ആളുകളോ അതിൽ അല്പമേറെയോ നിസ്കരിച്ചു എന്ന് പറഞ്ഞപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അത്രേ, അഖ്രിജു വലദി ഇലാ ലഹ്ദിഹി വഖബ്രി, എന്റെ മോനെ അവന്റെ ഖബറിലേക്ക് ഇറക്കി വെച്ചോളൂ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. മാ മിൻ മയ്യിത്തിൻ യമൂതു ഫയുസല്ലി അലൈഹി 40 മിനൽ മുസ്ലിമീൻ ലാ യുശ്രികൂന ബില്ലാഹി ശൈഅൻ ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീഹി. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന 40 ആളുകൾ ഒരു മയ്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് ശഫാഅത്ത് ചോദിച്ചാൽ, അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്താൽ, അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചാൽ 40 ആളുകൾ ആണെങ്കിൽ തന്നെയും അള്ളാഹു തആല ആ മയ്യത്തിന് മോചനം കൊടുക്കുമെന്ന് ഹബീബ് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ മോനെ മറവ് ചെയ്തോളൂ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖുറൈബ് തങ്ങളോട് പറഞ്ഞത് സ്വഹീഹ് മുസ്ലിമിലും നേരത്തെ ഉദ്ധരിച്ച ഹദീസ് ഗ്രന്ഥങ്ങളിലുമുണ്ട്. 40-ൽ താഴെയാണെങ്കിലും കൂലിയുണ്ടെന്നാണ്. 40-ൽ താഴെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മയ്യിത്ത് നിസ്കാരത്തിന് 40 ആളില്ല, അതിൽ താഴെയുള്ളുവെങ്കിൽ ആ ഉള്ള ആളുകൾ 3 സഫായിട്ട് നിൽക്കണമെന്ന. സഫ് പൂർത്തിയാവില്ല, ആകെ 10 ആളുള്ളൂ. 3 ആള് അല്ലെങ്കിൽ ഒരു സഫില് 4, അടുത്ത സഫില് 3, അടുത്ത സഫില് 3. ആ 3 ആള് നിൽക്കുന്ന 2 സഫുകൾ, 4 ആള് നിൽക്കുന്ന സഫ്, ബാക്കി അള്ളാഹുവിന്റെ മലക്കുകൾ അതിന് പൂർത്തിയാക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആള് കുറവാണോ 3 സഫ് നിൽക്കണം.
40 ആളുണ്ട്, അത് മതി. 100 ഉണ്ട്, ധാരാളം. ആയിരക്കണക്കിന് ആളുകളൊക്കെ മയ്യിത്ത് നിസ്കരിച്ചാൽ അതിന്റെ ഭാഗ്യം എത്രയാണ്? ഇമാം ഹാക്കിം എന്നവർ സ്വഹീഹാണെന്ന് പറഞ്ഞ ഹദീസ്, ഇമാമുൽ മുൻദിരി അവരുടെ തർഗീബ് വത്തർഹീബിൽ കൊണ്ടുവന്ന ഹദീസ്, മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ ഹസനാണെന്ന് പറഞ്ഞ ഹദീസ്, ഇമാം നബവി തങ്ങൾ ശൈഖുൽ ഇസ്ലാം അൽ ഇമാം നബവി റളിയല്ലാഹു അൻഹു, ഇമാം നബവി തങ്ങൾ ഹസനാണെന്ന് പറഞ്ഞ ഹദീസ്. എന്താ നബി തങ്ങൾ പറയുന്നു? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ റജുലിൻ മിനൽ മുസ്ലിമീന യമൂതു ഫയുസല്ലി അലൈഹി ثلاثة صفوف ഇല്ലാ ഔജബാ. ഒരു മുസ്ലിമായ മനുഷ്യന് 3 സഫിൽ ആളുകൾ നിന്ന് മയ്യിത്ത് നിസ്കരിച്ചാൽ അവന് നിർബന്ധമായി, അതായത് സ്വർഗം നിർബന്ധമായി എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി മാലിക് ഇബ്നു ഹുബൈറ റളിയല്ലാഹു അൻഹു ഏതെങ്കിലും ഒരു ജനാസയെ അനുഗമിക്കുമ്പോൾ, ഒരു ജനാസയെ നിസ്കാരത്തിന് വന്നാൽ 40 ആളുകൾ കുറവാണെങ്കിൽ അവരെ 3 സഫായി നിർത്താറുണ്ടായിരുന്നു എന്ന് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ. അതുകൊണ്ട് നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ സല്ല അലാ ജനാസത്തിൻ വമഅഹു 7 നഫരിൻ, 7 ആളുകൾ മാത്രം ജനാസ നിസ്കരിക്കാൻ വന്ന ഒരു നിസ്കാരത്തിന് ഹബീബ് വന്നിട്ടുണ്ട്. ഹബീബായ നബി തങ്ങൾ ആ 7 പേരെ 3 സഫിൽ നിർത്തുകയാണ് ഉണ്ടായത്. ഫജസ്സഅഹും 3 സുഫൂഫിൻ, ഒരു സഫിൽ 3 ആള്, വേറെ അടുത്ത സഫിൽ 2, അടുത്ത സഫിൽ 2, അങ്ങനെ 7 പേരെ 3 സഫായി ഹബീബ നബി നിസ്കരിപ്പിച്ചിട്ടുമുണ്ട്. ഈ ഹദീസ് മഹാനായ ഇമാം തബറാനി മുഅ്ജമുൽ കബീറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പറയുന്നത് നമ്മൾ ഇനി പറയാൻ പോകുന്ന വിഷയങ്ങളുടെ ആമുഖമാണ്. മുസ്ലിമീങ്ങളായ ആളുകൾ, മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ചെയ്യുന്ന ശഫാഅത്ത്, അല്ലാഹുവിനോട് ചെയ്യുന്ന പ്രാർത്ഥനകളും സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുന്നു എന്ന് പഠിപ്പിക്കാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസുകൾ ഉദ്ധരിച്ചതാണ്. നമ്മുടെ ജനാസ നമ്മൾ മരിക്കുമ്പോൾ അല്ലാഹു സ്വാലിഹീങ്ങളായ ആളുകളുടെ ശഫാഅത്ത് കൊണ്ട് അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. അവരുടെ നിസ്കാരം കൊണ്ടും ദുആ കൊണ്ടും അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.